ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഏതുട്ടി രാവിലെ എണീച്ച് മറ്റേ യൂണിഫോമിലിട്ട് റെഡി ആയിട്ട് സ്കൂളിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം അതേ സമയത്ത് ഒരാളുണ്ടായിരുന്നു ഇപ്പം എണീച്ച് ബ്രഷ് ചെയ്യുന്നതാണല്ലേ മേതുട്ടി? ഏട്ടനിപ്പോൾ ബ്രഷ് ചെയ്യുന്നത്രേ അല്ല മേതുട്ടി? ആ, അപ്പം മേതുട്ടി സ്കൂളിൽ പോകുന്ന സമയത്താണ് ഏട്ടൻ എണീച്ചത്. അപ്പം മേതുട്ടി എന്താ പറയുന്നത് ഇന്നത്തെ? ഒന്നും പറയാനില്ല പോലും മേതുട്ടിക്ക് രാവിലെ തന്നെ എണീച്ച്. അപ്പം മേതുട്ടീൻ്റെ ടിഫിൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അമ്മ. അല്ല പ്രിയ? അതെ, പിന്നെ ഈ മാസം ഫുള്ളായിട്ട് തണുപ്പുണ്ടാവും. തണുപ്പ് കുറഞ്ഞു, ആദ്യത്തെ അത്ര തണുപ്പൊന്നുമില്ല. പഴം എടുത്ത് വെച്ചു, പഴം തിന്നണമെങ്കിൽ ഇപ്പം കണ്ണോട്ടിക്കാൻ 2 ബിസ്ക്കറ്റും വെച്ചേ പറ്റും. ഇപ്പൊ കണ്ടെങ്കിൽ ഇപ്പം പറയും അതെന്തിനാ വെക്കുന്നത്. രാവിലെ തന്നെ 2 മൈല് വന്നിട്ടുണ്ട്, അതിനെല്ലാം ഇടാം. ഇപ്പൊ 2-3 ദിവസമായി അടുപ്പിച്ചിട്ടല്ലേ? അതതിനാടാ നമ്മളെ വേസ്റ്റ് കൊണ്ടുവന്ന് കഴിക്കാൻ കിട്ടുന്നോണ്ട് അത് ഓർമ്മിച്ചു വന്നു. പിന്നെ ഇന്നലെ വന്നിച്ച് കഴിക്കാൻ കിട്ടിയോണ്ട് അതെന്ത് ചെയ്തു, ഇന്നും വന്നു. അതെ അതെ. നമ്മള് രാവിലെ ഞാൻ ക്ലിപ്പ് എടുക്കുക. ഇന്നലെ ഞാനൊരു ഇത് എടുത്തിട്ടുണ്ടായിരുന്നേ, അത് പറ്റുമെങ്കിൽ ഇതിന്റെ ഒപ്പം ആഡ് ചെയ്തേ. അപ്പൊ ഇനിയിപ്പോ നാളെ ഉണ്ടാവുമായിരിക്കും. അതെ, അടുപ്പിച്ച്. മയില് പോയില്ല. മേതൂട്ടിനെ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മ മയിലിനെ കാണാൻ വേണ്ടിട്ട്. ഇപ്പൊ മേതൂട്ടി ഉറക്കാണ്ടായിരുന്നു. അത് പിന്നെ ഒരു 6 മണിയെല്ലാം ആവുമ്പോ വന്നതല്ലേ? 6 മണിക്കൊന്നല്ല, 6:45 7 മണിയല്ല. ഇന്നലെ 8 മണി കഴിഞ്ഞിനി. അതെ, ഇനിയിപ്പോ 7 മണിയാകുമ്പോ വന്നത്. മണിക്കൂട്ടൻ കണ്ടില്ലല്ലേ? മണിക്കൂട്ടൻ ഇന്നലെ സ്കൂളിൽ പോകുന്ന സമയത്ത് അതാ. മണിക്കൂട്ടൻ ഒന്നും ഉണ്ടായിട്ടില്ല. മണിക്കൂട്ടൻ എന്താ ഉറങ്ങി എണീച്ച് ഇപ്പം റെഡി ആയിനത്രേ. പോണ്ടേ ഇനി? പോണ്ടേ? മണിക്കൂട്ടൻ ശരിയില്ല കേട്ടോ. ഇവിടെ 2 കുപ്പിയുണ്ട്. എത്ര മേടിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ കുപ്പിക്കടിയാണ്. പിന്നെ ഇപ്പം മണിക്കൂട്ടന് ഏതാ വേണ്ടിയതാ? മേതോട്ടിക്ക് ഇന്ന് ഇത് തരട്ടെ. 2 കുപ്പി, ഒരുപാട് കുപ്പി ഉണ്ടായിരുന്നല്ല. നമുക്ക് യൂട്യൂബിന്റെ ഒരു കുപ്പി തന്നിട്ടുണ്ടായി. ഒരു കുപ്പി അല്ല, അത് മറ്റേ ഒരു വാട്ടർ കൊണ്ട് പോണ്ടേ. അതെല്ലാം മണിക്കൂട്ടൻ കുറെ നാൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് കണക്കന്നെ ഇതിന്റെ കാര്യം. മണിക്കൂട്ടൻ കൊണ്ടുപോയാ പിന്നെ പിന്നെ മേതോട്ടിക്ക് ഇന്ന് ഇത് തരേ. ആ നോക്കും കൊടുക്കും. മേതോട്ടിക്ക് ഇന്ന് ഇത് തരട്ടെ. ആടിപ്പം ബിസ്ക്കറ്റിനെല്ലാം അടിയാണ്. ബിസ്ക്കറ്റിന് രാവിലെ മേതോരി ഇത് തരേ. ഇതാണ് രാവിലത്തെ പരിപാടി. എനക്കത് മതി. വൃത്തി കൈപിടി, എന്നാലേ വൃത്തിക്ക് എഴുതാൻ പറ്റുള്ളൂ. മേതൂട്ടി ഇതാ കോപ്പി മലയാളം എഴുതാൻ വേണ്ടിട്ട് മേതൂട്ടിക്ക് കുറച്ച് മടിയാന്നല്ലേ മേതു? കോപ്പി എഴുതാൻ അതുകൊണ്ട് ഇതില്ലേ ഫുൾ എഴുതാനുണ്ട്. അവർക്കൊന്ന് കണ്ടിട്ടെ. അതെല്ലാം കണ്ടു. അതൊന്നും കണ്ടില്ല. ഇതെല്ലാം കീറി ഒരു വകയായി. ഇത്രക്ക് എഴുതാനുണ്ട്. ഒരുപാട് എഴുതാനുണ്ടല്ലേ? ഇത്ര വരെ എഴുതാനുണ്ട്. ബാക്കിയല്ലേ എഴുതിയല്ലേ മേതു? ബാക്കിയല്ലേ എഴുതി. കുറച്ച് കൈ പിടിച്ചിട്ടും കുറച്ച് കൈ പിടിക്കാണ്ടല്ലേ എഴുതാണ് ഇപ്പം. ഓളൊന്ന് എഴുതി വരണമെങ്കില് അല്ല മേതൂട്ടി? എന്തുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ എഴുതാനിരിക്കുന്ന അറിയോള്? ഇന്ന് പാർക്ക് കൊണ്ടുപോവാ അറിഞ്ഞിനി. ആരാണ് എഴുതി തീർക്കുന്നത് അവരെയാണ് പാർക്ക് കൊണ്ടുപോവാ. അതെയാ? ടീച്ചർ ഓഫർ കൊടുത്തതാണല്ലേ? അതുകൊണ്ട് എന്നോട് പറഞ്ഞു വാ നമുക്ക് എഴുതാന്ന്. കള്ളി ഇപ്പല്ലേ ഇതിന്റെ ഇത്രയും ദിവസം പിടികിട്ടിയത്. പറ. 10 ദിവസം കഴിഞ്ഞാല് നമ്മൾ ടൂറിന് 10 ദിവസം കഴിഞ്ഞ മേതൂട്ടി ടൂറിന് പോകുന്നുണ്ട് പോലും. സ്കൂളിൽ നിന്ന് ഒരു പിക്നിക് ഉണ്ടല്ലേ? 1 ഡേ പിക്നിക്. അച്ഛനെയും കൂട്ടുവാ? ABCD പഠിച്ചവരെ കൂട്ടൂലൂന്ന്. അച്ഛൻ ABCD പഠിച്ചിട്ടില്ല. അപ്പൊ ABCD പഠിക്കണ അറിയില്ല? ഇല്ല. ABCD പഠിച്ചാലേ പോവാൻ പാടുള്ളൂ അല്ലേ? അങ്ങനെയുണ്ട്. മേതുനറിയാ?
ഓ മേതുട്ടി ഇപ്പൊ എല്ലാം എഴുതിയില്ല, ഇന്നലെ എഴുതി കൊടുത്ത് വെരി ഗുഡ് ഗേൾ കിട്ടിയില്ലേ അല്ലേ? മേതുട്ടിക്ക് ഫുള്ള് പ്രൂഫാണ്, അത് കാണിച്ചു കൊടുക്കലാന്ന്. എന്തായാലും മേതുട്ടി എഴുതിയത് കാണിച്ചു കൊടുക്കണല്ല അല്ല മേതുട്ടി? എടുത്തു വാവ്, എടുത്തു മേതുട്ടി. മേതുട്ടിക്ക് വെരി ഗുഡ് സ്റ്റാറും കിട്ടിയിട്ടുണ്ട്, 2-3 സ്റ്റാറും വെരി ഗുഡും കിട്ടിയിട്ടുണ്ട്. ഇതില്ലേ ആ ആരും ഉം. ഏട്ടന്റെ ബുക്കാണ് നിങ്ങൾ നോക്കിയേക്കാ, കണ്ണ് കാണുന്നുണ്ടെങ്കിലും നോക്കി കണ്ട് നോക്കിയാ മതി. ഓക്കെ, മേധസ്സുവിന്റെ തന്നെ അതാണല്ലേ ഇത്? സ്വന്തം പഠിച്ചു ഞാൻ സ്വന്തം എഴുതി സ്വന്തമായിട്ട് എഴുതി ബുക്കാന്ന്. അതില്ലേ ഇപ്പൊ ഒട്ടിച്ചതല്ല, ആ പണ്ടേ ഒട്ടിച്ചതാ. ആരും വിചാരിക്കരുത്. അതെ. ടാറ്റ പറഞ്ഞ എല്ലാവർക്കും. മേതുട്ടി സ്കൂളിലേക്ക് പോലെ അല്ലേ? മേതുട്ടി സ്കൂൾ പോലെ. മേതുട്ടി ഇതാ ചിരിച്ചോണ്ടാ പോന്നല്ലേ മേതുട്ടി? ടാറ്റയെല്ലാം പറഞ്ഞിട്ട് വണ്ണാമ്പലി ഉണ്ടായിരുന്നു പോന്ന വൈക്കില് മുഖത്ത്. അമ്മ എന്തല്ലോ കളിക്കുന്നുണ്ട് മുഖത്ത്. പോന്ന വൈക്കൊരു വണ്ണാമ്പലി ഉണ്ടായിരുന്നു അല്ലേ? വണ്ണാമ്പല ഒരു പുഴുവിന്റെ കൂടെ എന്താ പറയാ? നമ്മളെ ഇവിടെ വണ്ണാമ്പല പറയല്ലേ പ്രിയ? വണ്ണാമ്പല എന്നല്ല, ചിലന്തി വല. ചിലന്തി വല, അതെ. ചിലന്തി വല വണ്ണാമ്പല. ഇപ്പൊ ഒരു യുദ്ധം കഴിഞ്ഞ് ഇനി അടുത്ത യുദ്ധം ഇവിടെ നടക്കാൻ പോകുന്നത്. അടുത്ത യുദ്ധം ഇതിന്റെ ഉള്ളിൽ ഉണ്ടത്രേ, അത് വേറെ. അതെ, അതിപ്പോ ഡ്രസ്സിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നു, യൂണിഫോം ഇട്ട് ഇങ്ങനെ നിക്കാനിപ്പോ. നമ്മള് പറഞ്ഞ 2 മൈലും തിരിച്ചെത്തിയിട്ടുണ്ടല്ലേ? അതെ അതെ അതെ. ഒന്നപ്പുറത്ത് നോക്കിയ പീലി വെളുത്തുന്നു. ഒന്നങ്ങ് അവിടെ ഉണ്ടല്ലേ, ഈ സൈഡിൽ അമ്മ പീലി വിടർത്തുന്നു നോക്കിക്കുന്നുണ്ട്. ആ പിന്നൊന്ന് പ്രത്യേകത വെച്ചാൽ നമ്മളെ ശബ്ദം കേൾക്കുമ്പോ ഇത് പാറിപ്പോകും അല്ലേ പ്രിയ? നമുക്ക് കുറച്ചും കൂടി അടുത്ത് വരുന്നുണ്ടെങ്കിൽ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് കാണാം നമുക്ക്. ഇത് ഇങ്ങോട്ട് കയറി നമ്മളിവിടെ ഈടെയാണ് നമ്മൾ വേസ്റ്റ് ഇടല്ലേ, ഇപ്പുറത്തെ സൈഡിൽ ആ സൈഡിലേക്ക് വരണം. പക്ഷെ നമ്മളിവിടെ നിൽക്കുന്നതുകൊണ്ടാണോ അല്ലെങ്കിൽ ഇതിന്റെ വയറ് നിറഞ്ഞത് കൊണ്ടാണോ ഇങ്ങോട്ട് വരാത്തതെന്ന് അറിയുന്നില്ല അല്ലേ പ്രിയ? നമുക്ക് അപ്പുറത്തേക്ക് പോകാം. നമുക്ക് അങ്ങനെ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇതായിട്ട് വീഡിയോ എടുക്കാം അല്ലേ? ഒരു പെൺമയിൽ വന്നു തോന്നുന്നത്. ഇപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ഇപ്പോഴത്തെ നമ്മുടെ വേസ്റ്റ് ഏരിയയിലുണ്ട്. അല്ലല്ല, 2 പെൺമയിലാന്ന് തോന്നുന്നു കേട്ടാ. അല്ല ഇത് ഇപ്പം പ്രിയ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കുന്നുണ്ട്. നമ്മളെ കണ്ടു വന്നത് ഇപ്പോൾ ഓടി പോകാൻ തുടങ്ങി. അങ്ങനെ 2നും പേടിയെല്ലാം പോയല്ലേ പ്രിയ? ഒന്ന് ഒരാണും ഒന്ന് പെണ്ണുമാണ് കേട്ടാ. അതെ അതെ അതെ. കൊറേ നേരം അവിടെ വൃത്തിയാക്കുന്നുണ്ടായിന്, തൂവല് കൊത്തിയിട്ട്. ഞാൻ പോയിട്ട് നോക്കട്ടെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ. എനിക്കൊന്ന് പണ്ടേ ഒരു മൈപ്പീലിയോട് ഭയങ്കര ഇതാണല്ലേ, ഇഷ്ടമാണ്. കൊറേ സമയം കൊത്തിയിട്ട് വൃത്തിയാക്കുന്നുണ്ടായി, നമുക്ക് പോയി നോക്കാലായിരുന്നു. അതെ അതെ. ഒരാണും ഒരു പെണ്ണും, അതിന്റെ പീലികൾ തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലേ. ഒന്നിനിങ്ങനെ വാല് ഇങ്ങനെ ആയി വരുന്നുണ്ട്. ഇത് കൊത്തുവാറ്റം ചെയ്യും കേട്ടോ അടുത്ത് പോയി കഴിഞ്ഞാൽ. അമ്മ എനക്ക് അറിയില്ല, എനിക്ക് തോന്നുന്നു. ഇല്ല അല്ലേ? എന്നാന്ന് മയിൽപ്പീലി കിട്ടുമോ നോക്കാൻ വേണ്ടിട്ട് ഒരാൾ പോകുന്നുണ്ട് കേട്ടാ. പോയാൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഇല്ല, അങ്ങോട്ട് ഞാൻ കേറിയില്ല, അപ്പുറത്തേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കയറാച്ചിട്ടാണ്. അപ്പുറത്തൊന്നുമില്ല. അല്ല, അത് കൊറേ സമയം കൊത്തി വൃത്തിയാക്കുന്നുണ്ടായിന് അതിന്റെ പീലി. അന്നേരം ഞാൻ വെച്ച അന്നേരം എങ്ങാനും വീണിട്ടുണ്ടെങ്കിലും വെച്ചിട്ടാണ്. അത് ആദ്യം വരും. അത് അതിന്റെ വാല് കണ്ടാടി നോക്കുമ്പോ ഇങ്ങനെ തന്നെ. അതാണ് ആൺമയിൽ കേട്ടാ. അതാണ് ആൺമയിൽ. ഒരു പീലി തരുവോ? എന്തിനാന്ന് പറയാ എനിക്ക് പീലി? പീലി നമുക്ക് പുറത്തുനിന്ന് കിട്ടൂലേ? ഫ്രഷ് വേണം, ഫ്രഷ്. അങ്ങനെ മണിക്കൂട്ടൻ സ്കൂളിലേക്ക് പോയി. മണിക്കൂട്ടൻ സ്കൂളിൽ പോയി, മേതുവും പോയി. പിന്നെ എന്റെ പണികളെല്ലാം ഉണ്ട് അത്രേ. നമ്മള് ചായ കുടിക്കണം അത്രേ, ദോശ. ഇനിയിപ്പം പ്രിയന്റെ എന്തെങ്കിലും ഒരു കുക്കിംഗ് ഉണ്ടാവും ഇന്ന്. അതെ, ഇന്നൊരു പഴത്തിന്റെ കുക്കിംഗ് ചെയ്യാനുണ്ട്. അതിന്റെ അടുത്ത് വേറെ കുറച്ച് പരിപാടികളെല്ലാം ഉണ്ട്. ശ്രീനാഥിന്റെ ഫോൺ അടിക്കുന്നുണ്ട്. പോയിട്ട് നോക്കിയേക്കളെ. അച്ഛനായിരിക്കും, അച്ഛന്റെ സാധ്യതയാണ്.
ഇന്ന് രാവിലെ വിളിച്ചിട്ടില്ലല്ല. ഇല്ല ഇല്ല ഇല്ല, അച്ഛൻ തന്നെ. നോക്കട്ടെ, അച്ഛൻ തന്നെയാണ് ശ്രീരാട്ടിന്റെ പ്രവചനം. അച്ഛനായിരിക്കും എവിടെ അതെ. അല്ലേ? അച്ഛനാണ്. ശ്രീനാട്ട് എന്നാ പരിപാടി? നമ്മള് സ്പ്രേ പെയിന്റ് അടിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഇത് മറ്റേ എന്നാന്ന് തുരുമ്പോലെ പിടിച്ചിട്ട് ചിരണ്ടി വെച്ചിട്ട് ദിവസം എത്രയായി ശ്രീനാട്ടാ? ദിവസമല്ല, മാസമായി തോന്നുന്നു അല്ലേ? മാസ്ക് ഇടേണ്ടി വരും. മാസ്ക് വാങ്ങിച്ചിട്ടില്ലല്ലോ. ഇല്ല, മാസ്ക് ഇല്ല, അല്ലെങ്കിൽ തുണിയായിട്ട് എന്തെങ്കിലും ടോയ്ലറ്റ് കെട്ടേണ്ടി വരും. ഇതിപ്പോ നമ്മളൊരു പഴയ ഓവനാണ്. ഒരുപാട് കഥകളില്ല ഓവൻ. ഒരുപാട് കഥകൾ. നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിട്ട്. ബിസിനസ് അല്ല, ഞാനൊരു കേക്കെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ ഏതോ ബ്ലോഗിൽ പറഞ്ഞിനല്ലേ, കേക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കലുണ്ടായിനി. അപ്പൊ കേക്ക് ഉണ്ടാക്കുന്ന കാണുമ്പോ ശ്രീനാട്ടൻ പോയിട്ട് ഓവൻ മേടിച്ചോണ്ടിരുന്നു. കേക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ ചെന്നാ പിന്നെ തുടങ്ങിക്കോട്ടെ, എന്തെങ്കിലും 2 രൂപ വരുമാനം വരുമല്ല. അതെ, വലിയ ഞാൻ വലിയ രീതിയിൽ ശ്രീനാട്ടൻ വരെ സ്വന്തമായി ഷോപ്പെല്ലാം തുടങ്ങി, മറ്റേ കേക്ക് ഷോപ്പ്. അപ്പൊ അങ്ങനെ ബിസിനസ് ചെയ്യാന്നുള്ള രീതിയില് നമ്മള് വാങ്ങിച്ച ഓവനായത്. പക്ഷെ എന്ന് ഓവൻ വാങ്ങിച്ചോ അന്ന് മുതൽ നമ്മള് കേക്ക് ഉണ്ടാക്കിയില്ല. അന്ന് നിർത്തിയതാണ് ആ ബിസിനസ് അല്ലേ? അത് മൂലക്ക് കിടന്ന് തുരുമ്പ് പിടിച്ച്. അതെ, ഈ ഇതായി. അതിന്റെ ഇടക്ക് നമ്മ 2-3 ചിക്കനാക്കി കഴിച്ചു. ഞാൻ ഒരു സന്തോഷം മാത്രമേ എനിക്കില്ലു. ചിക്കൻ ഗ്രില്ല് ചെയ്ത് കഴിച്ചല്ലേ? ഗ്രില്ല് ചെയ്ത് കഴിച്ചത്. അപ്പൊ നല്ലോണം തുരുമ്പ് പിടിച്ചു ഉപയോഗിക്കാണ്ട് നിന്നോണ്ട്. മുമ്പല്ല, ശരിക്കും പറഞ്ഞാൽ കളറ് പോയതാട്ടാ. പിന്നെ ഞാനിപ്പം അത് മറ്റേ പൂഴി പേപ്പർ ഇട്ട് എല്ലാം വരച്ച് കളഞ്ഞു. അപ്പൊ ഇത് കളയാൻ തോന്നുന്നില്ല. നല്ല സാധനം വർക്കിംഗ് ആണ്. അതിന്റെ നമ്മള് ഇടക്ക് പബ്സെല്ലാം ഇട്ട് ചൂടാക്കലുണ്ടായി. ഇടക്ക് ഉണ്ടാക്കലുണ്ട്. അപ്പൊ നമ്മൾ ഈ വീട് പണി എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനി അത് ഞാനൊന്ന് പൂഴി പേപ്പറിലിട്ട് പിടിച്ച് ഞാനൊരു സ്പ്രേ പെയിന്റ് കൊണ്ടൊന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് താഴെ വെച്ചിട്ട് അടിക്കണേ. അതെല്ലേ? അതിനിപ്പോ ഞാനത് അങ്ങോട്ടെല്ലാം ആവൂലേ? ഇല്ലെങ്കില് ഞാൻ അടിക്കാം. എനിക്ക് ഇങ്ങനത്തെ അടിക്കാനുള്ള ഇഷ്ടമാണ്. നമ്മളെ ഓവന്റെ പരിപാടിയെല്ലാം തീർന്നുണ്ടാ. പെയിന്റിലടിച്ച് സുന്ദര കുട്ടപ്പനാക്കി കളറെല്ലാം മാറ്റി പഴയ പോലെ സിൽവർ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതന്നെ ആയിരിക്കല്ലേ ശരിക്കും അടിക്കലുണ്ടാവല്? ഉള്ളിലെല്ലാം പിന്നെ നമ്മൾ അത്ര വലിയ മൊഞ്ചനാക്കി അത്ര പെർഫെക്റ്റ് ആയി എന്നൊന്നും പറയില്ല. പക്ഷെ അത്യാവശ്യം കാണാനൊരു അല്ലേ പഴയ മോഡല് ആയി. മേതൂട്ടി വന്നിട്ടുണ്ട്. മേതൂട്ടി വന്നപാടൊക്കെ നോക്കിയിരുന്നു പുതിയത് വാങ്ങിയോ. പുതിയ വന്നിട്ട് ഇങ്ങനെ തൊടുന്നല്ലുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഉണങ്ങിയല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതെ അതെ. അത് കൈക്ക് പിന്നെ പ്രിയക്ക് ഇതിന്റെ മണം അത്ര പിടിക്കൂല അല്ലെ? തലവേദന എടുക്കും. അത് പണ്ടേ എനിക്ക് ഈ പെയിന്റിന്റെ മണം. നമ്മളൊരു ചെറിയൊരു പേപ്പർ ബാഗിന്റെ പരിപാടി ഉണ്ടായിരുന്നു. കേക്ക് പേപ്പർ ബാഗിന്റെ ഒരു ബിസിനസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഈ പ്രിന്റിങ് അല്ലേ? പ്രിന്റ് മേലൊരു പ്രിന്റ് ആണ് ചെയ്യല്. അന്നേരം ഈ ബോർഡെല്ലാം വെച്ചിട്ട് ഈ തിന്നറിന്റെയും പെയിന്റിന്റെയും എല്ലാം മണടിച്ചടിച്ചടിച്ചിട്ട് ഞങ്ങൾക്ക് തലവേദന ഒഴിഞ്ഞ സമയം ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ ഇല്ലതാണ്. അപ്പൊ ഒരുപാടുണ്ട് ശരിക്കും പേപ്പർ ബാഗ്. ഇതും ഒന്നല്ല കേട്ടോ, ഇങ്ങനെ കുറെ ഉണ്ട് ബിസിനസ്സും. ഇതല്ല നമ്മൾ യൂട്യൂബിലേക്ക് എത്തുന്നതിന് മുന്നേ ഇല്ല കുറെ കഥകളുണ്ട്. അത് ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ ഈ ബ്ലോഗിന്റെ അടിയിൽ കാണുന്നവരൊന്ന് കമന്റ് ഇടുക. ഒരാള് വന്നിട്ടുണ്ട്. അത് മുടിയെല്ലാം നോക്കറാ. അതങ്ങ് അയച്ചു വെക്കും. 2 ഭാഗത്തും കെട്ടിയാൽ അയച്ചു വെച്ചു. ഇതോട്ടി നമ്മൾ പുതിയ ഓവൻ വാങ്ങിയിട്ടുണ്ട് കേട്ടാ. പുതിയ ഓവൻ വാങ്ങിയിട്ടുണ്ട്. കണ്ടോ? കേക്കാക്കി തരും. ക്രീം കേക്ക് മേദൂനി. നമ്മള് വന്നപാട് നോക്കിയില്ല പുതിയ ഓവൻ. പെയിന്റ് അടിച്ചതാ? എങ്ങനെയാ മൂക്ക് മനസ്സിലായത്? മോള് ആദ്യം വിചാരിച്ചതെന്നു ആദ്യം പെയിന്റ് അടിച്ചതെന്ന് വിചാരിച്ചത്. പുള്ളിയുടെ അതന്നെ ആ പെയിന്റ് അടിച്ചത്. ഇതാ ഇവിടെ വെച്ചിട്ടാ പെയിന്റ് അടിച്ചത് അച്ഛൻ. ആദ്യം പെയിന്റ് അടിച്ച് ഇവിടെ വെച്ചിട്ടാന്ന്. പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റി അവിടെ വെച്ചടിച്ചു. അതുകൊണ്ട് ആ സ്പ്രേ പെയിന്റ് അടിച്ചിനി. സ്പ്രേ പെയിന്റ് ഒരു ബോട്ടിലൊരു പെയിന്റ് വരുന്നുണ്ട്. അതന്നെ. അപ്പൊ ഇന്ന് മണിക്കൂട്ടൻ കുറച്ച് വൈകും അല്ലേ? മണിക്കൂട്ടിന് ഇന്ന് LSSന്റെ ക്ലാസ് ഇന്നലെ ഇരുന്നിട്ടാ ഇന്നുണ്ട്. അപ്പൊ മണിക്കൂട്ടിന് ഇന്ന് കുറച്ചധികം കൂട്ടാൻ പോണം മണിക്കൂട്ടൻ. അതെ അതെ. ഇന്ന് മണിക്കൂട്ടനെ ഒരു 5:45 കൂട്ടാൻ വേണ്ടി വരും അല്ലേ? 5:45 കൂട്ടാൻ പോണം. അമ്മ അത് അങ്കമ്പാടിന്ന് വന്നു കഴിഞ്ഞപാട് അമ്മ ഒരു ഹൈ പറഞ്ഞ. അതാ അമ്മേന്റെ സ്ഥിരം പരിപാടി അടിച്ചു വരാം. അത് അടിച്ചു വരണം. അമ്മ വന്നു കഴിഞ്ഞപാട് അടിച്ചു വരൽ തുടങ്ങി അല്ലേ?
കുഞ്ഞുമോള് ഒളിച്ചു വെക്കുന്ന അതെ ഓളാടെ ഇങ്ങനെ ഒളിച്ച് നിൽക്കുന്നുണ്ട്. ഓളെ അമ്മാമേൻ്റെ അടുത്ത് തന്നെ വന്ന് നിൽക്കലാന്നല്ലേ. സമയം രാത്രി ആയില്ലേ മേതുട്ടി? മേതുട്ടി ഞാൻ നമ്മളെല്ലാം ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഇനി മേതുട്ടിക്ക് ഉറക്കം വന്നിട്ട് ഇങ്ങനെ ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. എന്താണ് ഏത് സാധനം? അത് കുളിച്ചോണ്ട് തണുക്കുന്നുണ്ട്. തണുക്കുന്നുണ്ടാ? മേതുട്ടി പറഞ്ഞത് ഫുൾ കൈ ഇട്ടതല്ലേ? ആ ഞാൻ നിങ്ങൾക്ക് നീ ഒന്നും കാണിച്ചു തരണ്ടേ ഇപ്പൊ? നമ്മള് പഠിക്കാൻ പോയതാണ്. മറ്റേ ഡയറിയും മറ്റേ കോപ്പിയും എല്ലാം. കോപ്പിന്റെ ബാക്കി പഠിച്ചു കഴിഞ്ഞു. ഇനി മറ്റേ കോപ്പിന്റെ ബാക്കി പഠിച്ചു കഴിഞ്ഞു. അത് കഴിച്ചു. ഇനി അത് സ്കൂളിൽ കൊടുക്കണം. എനിക്ക് ശരിയും സ്റ്റാറിലൂട്ടെനിക്കില്ലേ രണ്ടാമത് വീഴണം. എനിക്ക് എഴുതി 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 മുകളിലോട്ട് അന്ന് മുകളിലോട്ട് ഉള്ളോട്ട് വന്ന വലിയുള്ള ഹോസ്റ്റൽ. ഓ പഠിച്ച് പഠിച്ച് മുകളിലേക്ക് പോകണമെന്നല്ലേ? വെരി ഗുഡ് ഗേൾ, വെരി ഗുഡ് ഗേൾ. പഠിച്ച് പഠിച്ച് ബാക്കോട്ടല്ല മുമ്പോട്ടാണ്. അതെ പഠിച്ച് പഠിച്ച് മുന്നോട്ട് തന്നെ പോണ്ടേ. ശരിയാണ്. ബാക്കോട്ട് പറയുമ്പോ ബാക്കോട്ട് ഡ്രൈവർ, മുൻപോട്ട് ഡ്രൈവർ ഇല്ല. അല്ല മുമ്പോട്ട് ഡ്രൈവർ. അതെ ഡ്രൈവർ ഓടിച്ചു പോകുന്നത് മുന്നോട്ട്. അതെ അപ്പൊ ഏതായാലും നമുക്ക് സമയം ഒരുപാടായി. ബാക്കോട്ട് ഡ്രൈവർ, മുമ്പോട്ട് ഡ്രൈവർ ഇല്ല. പിന്നെ നമുക്ക് കിടന്നുറങ്ങണ്ടേ? അപ്പോൾ നമ്മുടെ മണിക്കുട്ടൻ എവിടെ പോയി? മണിക്കുട്ടൻ ഒരാൾ ചൂലും പിടിച്ച് പണിയോ പണി. രാവിലെ തൊട്ടില്ല പണി. ഇതാണ് ഒരു വീട്ടമ്മയുടെ എന്നും പറയണ്ട്. തീരാരോധനം മാത്രല്ല വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാവിലെ നമുക്ക് എണീച്ചിട്ട് പണിയെടുക്കാൻ ഒരു മൂഡായിരിക്കും നല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഒന്ന് തുടച്ച്. ഒരിക്കലും തീരാത്ത ജോലി അല്ലേ? എന്നിട്ട് എല്ലാരും ചോദിക്കുന്നു വീട്ടമ്മക്ക് എന്താണ് ജോലി. കണ്ടോളൂ ഞാൻ കാണിച്ചു തരാം. നാളെ മുതൽ വേണമെങ്കിൽ വീട്ടമ്മയുടെ ജോലി എന്ന് പറഞ്ഞിട്ടൊരു ബ്ലോഗ് ചെയ്താലോ പ്രിയെ? അതെല്ലാരും ചെയ്യുന്നല്ല, എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാരും ചെയ്യുന്ന തന്നെ. ഇപ്പം എല്ലാ വീട്ടിലും ഞാൻ സഹായിക്കുന്നില്ല. ഇതല്ലേ ഞാൻ വീഡിയോ എടുത്ത് എന്നെ സഹായിക്കുന്നുണ്ടല്ലോ. കാണിക്കുന്നില്ല ഞാനിതാ ഒരു വീട്ടമ്മയുടെ ജോലി എന്താന്നല്ലേ. ശരിയാണ് കാണിക്കുന്നുണ്ടല്ലോ. അപ്പൊ അടിച്ചു വരെ ഞാൻ ഇവിടെ എത്തി. ഇനിയിപ്പോ ബാക്കി കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റ് ആക്കി വെക്കണം. നമ്മളെ ഓവനിലൂടെ കൊണ്ടുവച്ചു അല്ലേ? അതെ നമ്മളിതാ നമ്മുടെ ഓവൻ പഴയ സ്ഥാനത്ത് തന്നെ നമ്മ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കാണാൻ ഒരു കളർഫുള്ളായി. നമുക്ക് കളറടിച്ച് നിന്റെ വേദവര മഞ്ചാടി. അയ്യോ അമ്മാമേനോട് എന്തോ ചോദിച്ചു. അപ്പൊ ഇത് യൂനോ കാർഡെല്ലാം ഇവിടെ കൊണ്ടുവച്ചു. ഇതെന്നെ പണി. എന്നാൽ ഇവര് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ ഓരോ സ്ഥലത്തുണ്ടാവും. ഇനി ഇതെല്ലാം എടുത്തിട്ട് അതത് സ്ഥാനത്ത് വെച്ചിട്ട് അടിച്ചും മാറി കിടന്നുറങ്ങും. നാളെ രാവിലെ ആകുമ്പോ ഇത് തന്നെ അവസ്ഥ. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് എല്ലായിടത്തും പ്രശ്നം തന്നെയാണ്. എല്ലായിടത്തും ഇല്ല തന്നെയായിരിക്കും. അപ്പൊ ഇന്നത്തെ സകലമാന സാധനങ്ങൾ ഓരോരോ ഭാഗത്ത് കൂട്ടി അടിച്ചു വാരി ദൈഡി എത്തി. ഇനിയിപ്പോ ഇതിന്റെ അപ്പുറത്തോട്ടുണ്ട് അത്രേ പുളി കഴിയണം അത്രേ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള്. ഇതെല്ലാം ഇന്നത്തെ വിശേഷങ്ങള്. അപ്പം നല്ലൊരു വ്ലോഗുമായിട്ട് നമുക്ക് പുതിയ വിശേഷമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ.